ഇന്നൊരു മസാലപ്പുട്ടിൻ്റെ റെസിപ്പിയാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒണിയൻ പുട്ടാണിത്. ഇതുണ്ടാക്കിയെടുക്കാൻ ചിക്കനോ ബീഫോ ഒന്നും തന്നെ വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ കടുക് കൂടി. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയാണ്. അത് ഇതുപോലെ ചെറിയ കഷണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. ഞാനിവിടെ 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പുട്ടുപൊടിക്ക് 1/4 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും പുട്ടുപൊടിക്കനുസരിച്ച് വെള്ളം ലേശം അങ്ങോട്ട് കിടക്കാൻ മാറും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ വെള്ളം അധികമായ പോലെ തോന്നും. പക്ഷേ 20 മിനിറ്റിന് ശേഷം ഇത് റെഡി ആയിട്ടുണ്ടാവും. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് പൊടിയെടുത്ത് കയ്യിൽ ഇങ്ങനെ ഇട്ട് ഉരുട്ടിയെടുത്താൽ ഇത് പൊടിഞ്ഞു പോവാതെ കിട്ടണം. ഇതാണ് പുട്ടുപൊടിയുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പുട്ടുപൊടിയുടെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പുട്ട് ചുടും പോലെ തന്നെ അല്പം തേങ്ങയും കുറച്ച് പുട്ടുപൊടിയും വീണ്ടും തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പുട്ടുപാനിയിൽ വെച്ചിട്ട് ആവിക്ക് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ആവി വന്നു കഴിഞ്ഞാൽ പുട്ട് വെന്തെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതുപോലെ ആവി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മെല്ലെ കുത്തിയിടാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ടേസ്റ്റി മസാലപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ചേരുവകളൊന്നും തന്നെ ഇല്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.